എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 പഴം എടുത്തിട്ടുണ്ട്. ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ 5 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് വലിപ്പമുള്ള പഴമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3 4 ഒക്കെ എടുത്താൽ മതിയോ കേട്ടോ. ഇനി നമുക്കത് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചോറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം. ഇനി 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഞാനപ്പോൾ 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ടായാലും ഇത് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. ഞാനപ്പോൾ ഒരു 250 ഗ്രാം ശർക്കരയിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ അരയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 1 2 തവണയായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. കണ്ടോ, ഇപ്പോൾ ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടോ, ഇത് കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു ബാറ്റർ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ ബാറ്റർ നോക്കിയേ. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂറാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഈസ്റ്റ് ആയതിൻ്റെ പേരിൽ. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഒരു 1.5 മണിക്കൂർ കഴിയട്ടെ. അതിനുശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമ്മളെ മാവെല്ലാം നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ റെഡിയാണ്. അപ്പോൾ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു കേക്ക് ടിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ കേക്ക് ടിൻ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ പ്ലേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അതിലോ ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ വല്ല ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെയായാലും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 എണ്ണമായിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു കേക്ക് ടിന്നും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഈ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പകുതികളൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ കുറച്ച് റൈസിൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, നന്നായിട്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് പഴമൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ തുറക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂട് പോയതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എടുക്കാം. അപ്പോൾ ചൂട് പോകുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് തുടങ്ങും കേട്ടോ. നമുക്ക് പതുക്കെ ഇങ്ങനെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. വേഗം തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടും. കണ്ടോ, നന്നായിട്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് പഴമൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.